എത്രയോ അപകടങ്ങൾ നടന്നു, എത്രയോ കാലുകൾ ഒടിഞ്ഞു, കൈകൾ ഒടിഞ്ഞു. സത്യം പറയാൻ ഉളുപ്പ് വേണ്ടേ? അവർക്കിതിലെ നടന്നു പോകുമ്പോൾ നോക്കണ്ടേ, എൻ്റെ മണ്ഡലമാണ് അല്ലെങ്കിൽ എൻ്റെ കൊട്ടാരക്കര ടൗണാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ആ കിടക്കുന്ന കിടപ്പുണ്ട് ഏറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കും, അതൊരു പ്രതിബദ്ധതയില്ല. എവിടെയെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യുക, MP ആയാലും MLA ആയാലും ആൾക്കാർ വിളിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന അല്ലാതെ യാതൊരു പ്രയോജനം ഈ റോഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ചന്തമുക്ക് ജംഗ്ഷനിലെ മിനർവ തിയേറ്ററിന് സമീപത്തായിട്ടുള്ള റോഡിന് അരികിലാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. ഈ കുണ്ടുകുഴികളും കാരണം ഗതാഗത കുരുക്കുകൾ ഉണ്ടാവുകയും യാത്രക്കാരെ അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന്, അവരെങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുന്നു എന്ന് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ബൈക്കുകാരൊക്കെ വന്ന് ഇവിടെ വീടാറുണ്ട്. അതാരും ഇത്ര കൊടുത്താലും ഒന്നും പറയുന്നു. ആർക്കാണ് പഞ്ചായത്തിലും കൊടുത്തു, എല്ലാം കൊടുത്തു. ഓക്കേ ഉള്ളൂ. വലിയ വലിയ വണ്ടികൾ വരുവാനെല്ലാം ലോഡ് എടുത്തുകൊണ്ട് വരുമില്ല. ഇവിടെ കിടക്കും കണ്ടു, ഒരു പോലീസുകാരൻ പോലും ഇല്ല. അപ്പോൾ ഈ ഒരു 2 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ തന്നെ ഫേസ്ബുക്കിൽ രണ്ട് വട്ടം ലൈവ് കൊടുത്തതാണ്. അന്നേരം ഇടയ്ക്ക് വന്നൊരു പാറയെ കൊണ്ടിട്ട് അവരങ്ങ് പോയി. ആ പാറയൊക്കെ ഇപ്പോൾ മഴ പെയ്തും വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പോയിക്കുക. സംഭവം ഇവിടെ എപ്പോഴും ആക്സിഡൻ്റാണ്. രാവിലെ കടയിൽ സൗണ്ട് ഇട്ട് നമ്മൾ വെളിയിറങ്ങി നോക്കുമ്പോൾ ഒന്നിലും ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു ഒരു ലോറിയുടെ അടിയിലോട്ട് ആൾ കയറി പോയി. നമ്മുടെ പള്ളിക്കൽ നിവാസിയാണ് പുള്ളിക്കാരൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നോക്കി പുള്ളി വലിച്ചു മാറ്റി. ഞാൻ അന്നാണ് ലൈവ് കൊടുക്കുന്നത്. കുറേ പാറയെ കൊണ്ടുവന്നിട്ട് ആ കുഴിയെല്ലാം നിരത്തിയിട്ടങ്ങ് പോയി. പിറ്റേ ദിവസം 2-3 മാസം മഴ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ വന്ന് വെള്ളം ഒലിച്ചങ്ങ് പോയി. ഈ സാധനം വീണ്ടും അവിടെ കുഴിയെ കിടക്കുക. ഇത് ഡെയിലി അപകടം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പരിഹാരം കാണേണ്ട അത്യാവശ്യമാണ്. കാര്യം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിവിടെ ഈ കടയ്ക്കകത്തിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ വെളിയിലിറങ്ങുവാണ്. അത് കഴിഞ്ഞിട്ട് അപകടം ഒരുപാടുണ്ടായി. ഇന്നലെയും വന്ന് അപകടം ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇത് ചെയ്യേണ്ട അത്യാവശ്യ കാര്യമാണ്. തന്നെയല്ല, നമ്മുടെ ധനകാര്യമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്ന വഴി ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും പുള്ളിക്കാരൻ ഇതുവഴി പോകുന്ന പുള്ളിക്കാരൻ അറിയാവുന്ന കേസായിരിക്കാം. തീർച്ചയായിട്ടും ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ കടക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കാര്യം ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാർക്ക് പറ്റത്തില്ല. ബൈക്കിനകത്ത് വളവിൽ കയറുമ്പോഴത്തേക്കും വന്ന് കട്ടറി വീണവർ തെറിച്ച് വീഴുക, ഓപ്പോസിറ്റ് വീണുന്ന വണ്ടി ചിലപ്പോൾ ഇറങ്ങിപ്പോകാം. മരണം സംഭവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ ബ്ലോക്കാണ് കൊട്ടാരക്കരയിലെ ബ്ലോക്ക് എന്ന് വെച്ചാൽ. നിങ്ങൾ ഇവിടെ കാണാം, ഒരു ലോറി വന്ന് തിരിക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ. വർഷങ്ങളുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഇവരൊന്നും ഇവിടെ യാതൊരു പ്രയോജനമില്ലാത്തവരാണ്. MLA ആയാലും MP ആയാലും, ഇപ്പോഴത്തെ MLA ആയാലും, വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന MLA ആയാലും MP ആയാലും ഒരു പ്രയോജനമില്ല. കാരണം നിങ്ങൾക്ക് കാണുന്നതാണ് ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ഈ ക്യാമറ എടുത്ത് നോക്കി കാണാം. ഈ ജംഗ്ഷനിലാണെങ്കിലാണ്ട് ഒരു ലോറി, ഒരു കോറസ് വന്നാൽ, ഒരു ബസ് വന്നാൽ തിരിക്കാനുള്ള സ്ഥലമില്ല. മൊത്തം ബ്ലോക്കാവും. ഈ കമ്പോളത്തിലെ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ലോറി വന്ന് തിരിക്കാൻ അല്ലെങ്കിൽ ബസ് വന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാവുന്ന ഒരു കമ്പോളമായിരുന്നു. അതിനൊരു പ്രതിവിധിയായ ഒരു റോഡാണ് ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഒരു റോഡാണ്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ സമൂഹം നന്നായി. ഇതിന് യാതൊരു പ്രതിബദ്ധതയില്ല. എവിടെയെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യുക, MP ആയാലും MLA ആയാലും എവിടെയെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യുക, ഏതെങ്കിലും ജിമ്മായാലും ഏതെങ്കിലും ആൾക്കാർ വിളിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന അല്ലാതെ യാതൊരു പ്രയോജനം ഈ റോഡിനെക്കുറിച്ച് യാതൊരു ബോധേടുമല്ല. ഇവർ ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറി വരുന്നുണ്ട്. ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും എല്ലാം വരുന്നുണ്ട്. പക്ഷേ റോഡിന് യാതൊരു ഇതുമില്ല. ഇവിടെ നേരെ പുത്തൂരോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ അവണൂർ വരെ മൊത്തം പോയി കിടക്കുക. നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്ന ടാക്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ടാക്സ് കൊടുത്ത് വാഹനം ഓടിക്കുന്ന നമുക്ക് നല്ല റോഡ് തരാൻ ഇവർ ജനങ്ങളായ MLA ആയാലും MP ആയാലും ഇല്ലെങ്കിൽ ഇവിടെ എന്ത് പ്രയോജനമാണ്? ഇവരെ കൊണ്ട് എന്താണ് ഇവർ പ്രയോജനം? ഈ MLA MPയും കൊണ്ട് എന്താണ് പ്രയോജനം? നമുക്ക് റോഡിലെ ടാക്സ്, നമ്മൾ റോഡിൽ വണ്ടി അടക്കുന്ന ടാക്സ് അടക്കാണ്. ആ ഒരു ശ്രദ്ധയിൽ എങ്ങനെ അടക്കുന്നത്? ധനകാര്യമന്ത്രിയാണ് ഇവിടുത്തെ MLA KN ബാലഗോപാൽ. അവർ സാറാണ് ഇവിടുത്തെ MLA. അദ്ദേഹം ഇതിലെയാണെങ്കിൽ ഒരു 100-150 വർഷം ഇതിലേ പോകും. അദ്ദേഹത്തിന് ഇതിനെ കണ്ടുകൊണ്ടാണല്ലോ പോകുന്നില്ല. അദ്ദേഹം ഇന്നോവയ്ക്കകത്ത് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല. ഞങ്ങളെപ്പോലെ സാധാരണ ആൾക്കാർ ഇത് റോഡിലെ കൂടെ ഈ വണ്ടി ഓടിക്കാണ് ജീവിക്കുന്നത്. ഈ വണ്ടി എന്നും കംപ്ലൈൻ്റാണ്. ഞങ്ങളുടെ നടുവും പോയി, ഞങ്ങളുടെ ജീവിതമേ പോയി ഈ റോഡ് കാരണം. ഉള്ള കാര്യം പറയാമല്ലോ. അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ ഇവിടുത്തെ റോഡ് ശരിയാക്കണം, ജനങ്ങൾക്ക് നല്ല റോഡ് കൊടുക്കണമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിനില്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ, ഒരു കുഴി വരുമ്പം കുറയ്ക്ക് എവിടെന്നെങ്കിലും കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്തിടും. പറഞ്ഞു വെച്ചല്ലേ, ആ പുത്തൂര് പോയി നോക്കിയാൽ അറിയും. ഇവിടെ കോറി വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറേ പാറക്കല്ല് കൊണ്ട് ഇടും. ഇന്ന് ഇവിടെ അപകടമാണ്. ഈ കുഴിയിൽ വീണ് ഈ കോറി വേസ്റ്റ് കൊണ്ടിടും. അവർക്കുള്ള ആകെ ഒരു കുഴി വരുമ്പോഴത്തേക്ക് കുറേ കോറി വേസ്റ്റ് കൊണ്ടിടും. ആ കോറി വേസ്റ്റിനകത്ത് കല്ലിനകത്ത് തട്ടിയാണ് 2 വീലർ മൊത്തം മറിയുന്നത്. എത്രയോ അപകടങ്ങൾ നടന്നു, എത്രയോ കാലുകൾ ഒടിഞ്ഞു, കൈകൾ ഒടിഞ്ഞു. അന്നത്തെ അവർക്ക് യാതൊരു ഇതില്ല. സത്യം പറയാൻ ഉളുപ്പ് വേണ്ടേ? അവർക്കിതിലെ നടന്നു പോകുമ്പോൾ നോക്കണ്ടേ, എൻ്റെ മണ്ഡലമാണ് അല്ലെങ്കിൽ എൻ്റെ കൊട്ടാരക്കര ടൗണാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കൊട്ടാരക്കര ടൗണാണ്, ജംഗ്ഷനാണ്. ആ കിടക്കുന്ന കിടപ്പുണ്ട് ഏറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കും. അവർക്ക് MLA ആയാലും ധനകാര്യമന്ത്രിയുടെ മണ്ഡലമാണ്. അദ്ദേഹത്തിന് ഒരു ഇത് വേണ്ടേ? എനിക്ക് എൻ്റെ മണ്ഡലമാണ്, എൻ്റെ മണ്ഡലം ക്ലിയറായിട്ട് കിടക്കണമെന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് വേണ്ടേ? നമുക്ക് വളരെ വിനീതമായും വളരെ താഴ്മയോടും നമ്മൾ സംസാരിക്കുകയാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഇത് കാണുകയാണെങ്കിൽ, ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം? ഈ റോഡിലെ കുഴികൾ അടക്ക് മാത്രമല്ല, ഇവിടുത്തെ ബ്ലോക്ക് മാറ്റണം. ഇവിടുത്തെ ബ്ലോക്ക് മാറ്റാൻ ഇവിടെ നമ്മൾ അടൂര് പോകുന്നു, അവിടെ ബ്ലോക്കില്ല, ബൈപ്പാസ് ഉണ്ട്. കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ അതായത് ഇവിടെ വന്നേ എങ്ങോട്ട് പോകാനും പറ്റും. പുനലൂർ പോകണം, അടൂര് പോകണം, ട്രിവാൻഡ്രം പോകണം, കോട്ടയം പോകണം, എറണാകുളം പോകണം. എല്ലാ ആൾക്കാർക്കും ഈ കൊട്ടാരക്കര വന്നിട്ട് പോകാൻ പറ്റും. അത് മുനിസിപ്പാലിറ്റിയാണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാത്ത മുനിസിപ്പാലിറ്റി, ഒരു ഇതുമല്ല. കുറേ മുനിസിപ്പാലിറ്റി ചെയർമാൻമാർ ഒരു വികസനവും നടക്കത്തില്ല, ഇറങ്ങിപ്പോകും. 2 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം വേണ്ടത് ഇവിടുത്തെ ബ്ലോക്ക് മാറ്റാനുള്ള റോഡ് സൗകര്യം ഉണ്ടാവുക. അതാണ് ആദ്യം വേണ്ടത്. റോഡിനെ ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റോഡ് എങ്ങനെ കുഴികൾ ശരിയാക്കുക, എന്തൊക്കെയൊക്കെ ആദ്യം ബ്ലോക്ക് മാറ്റുക. അത് കഴിഞ്ഞ് കുഴികൾ മാറ്റുക. ആൾക്കാർക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്നവർക്ക് ഞങ്ങൾക്ക് നല്ല റോഡ് വേണം. ഞങ്ങൾ ടാക്സ് കൊടുക്കുക, ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്, ഞങ്ങൾക്ക് നല്ല റോഡ് വേണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇതൊക്കെ കളഞ്ഞിട്ട് പോകാൻ, അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള റോഡുകൾ. അവസാനം പ്രതികരിച്ച് പോയതാണ്. നിങ്ങളുടെ മുമ്പ് നിങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മനസ്സിലാക്കുള്ളതെല്ലാം പ്രതികരിച്ച് പോയതാണ്.